ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സാറ്റർഡേ നമ്മൾ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് ബിസിനസ് സ്ട്രാറ്റജിയെ കുറിച്ചുള്ള പല വിഷയങ്ങളൊക്കെ സംസാരിക്കുന്ന ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ എംപ്ലോയി മാനേജ്മെന്റ് എങ്ങനെയായിരിക്കണം, ഒരു ഫേമിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ അവിടെയുള്ള എംപ്ലോയീസിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ സുദീപ് സാറുണ്ട്. സുദീപ് സാറ് പ്രത്യേകിച്ച് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള രംഗങ്ങളിൽ വളരെ ക്രിയാത്മകമായിട്ടുള്ള ക്ലാസ്സുകളും ട്രെയിനറും ഒക്കെ നടക്കുന്നു. കാരണം കരിയർ പ്ലാൻ എന്ന് പറഞ്ഞ ഒരു ട്രേഡ് മാർക്ക് തന്നെ സാറിൻ്റെതായിട്ടുണ്ട്. സോ CMS കോളേജിലെ അധ്യാപകനാണ്. സോ നിങ്ങളെല്ലാവരും പ്രോഗ്രാമിൽ ക്ഷണിക്കുന്നു. അതോടൊപ്പം സുദീപ് സാറിനെയും. സുദീപ് സാർ, യു ആർ വെൽക്കം. അൺമ്യൂട്ട് ചെയ്തു. ഓക്കെ. താങ്ക് യു സർ. താങ്ക് യു. ഇന്ന് സാറ് പെട്ടെന്നൊരു സബ്ജക്ട് എടുക്കാൻ വന്നപ്പോൾ എന്റെ മനസ്സിൽ വന്ന ഒരു ടോപ്പിക്കാണ് എഫക്റ്റീവ് എംപ്ലോയി മാനേജ്മെന്റ് എന്ന്. So first and foremost, I wanted to thank Matini Free Webinar Management, Sabu sir, and all the people who was gathering here for this, conducting such a long webinars. So I just wanted to ask anybody from out of Kerala has joined this program. So I will convert this session into English. If you have, please raise your hand. Otherwise, I'll continue with Malayalam. Okay. Abdurrahim sir മാത്രമേ ഉള്ളൂ. സാർ മലയാളം ഹാൻഡിൽ ചെയ്തു. Okay. No problem. So ഇന്നത്തെ സെഷന് എടുക്കുന്ന എംപ്ലോയി, അപ്പൊ ഞാൻ സത്യം പറഞ്ഞാല് പുതിയ സബ്ജക്റ്റുകൾ എടുക്കാനാണ് എനിക്ക് താല്പര്യപ്പെടുന്നത്. കാരണം നമ്മൾ സ്ട്രാറ്റജീസ് ഇൻ ബിസിനസ് മാനേജ്മെന്റ്, ടീം ബിൽഡിങ്, അങ്ങനെയുള്ള, പക്ഷെ എഫക്റ്റീവ് ആയിട്ടുള്ള എംപ്ലോയി മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആക്ച്വലി ദർ വാസ് നോ സച്ച് ടോപ്പിക് ഹാസ് ബീൻ ടോൾഡ് ഓർ നോട്ട് ഡിസ്കസ് വൈഡ്ലി. അപ്പൊ ഞാൻ പലപ്പോഴും കണ്ടിട്ടില്ല. എങ്ങനെയാണ് നമ്മൾ സെയിൽസ് മാനേജ്മെന്റ് കണ്ടിട്ടുണ്ട്, സെയിൽസ് ട്രെയിനിങ് കണ്ടിട്ടുണ്ട്, സ്റ്റാഫ് ട്രെയിനിങ് കണ്ടിട്ടുണ്ട്. പക്ഷെ എംപ്ലോയി എഫക്റ്റീവായിട്ട് എംപ്ലോയി മാനേജ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പലരും വരും പോകും. അപ്പൊ ഇതിനെ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഒരു വിഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഓർഗനൈസേഷൻ, സംബഡി ഈസ് ഫോമിങ് ആൻ ഓർഗനൈസേഷൻ. നമുക്കറിയാമല്ലോ, നമ്മുടെ ഒരു കമ്പനി, ഞാനൊരു കമ്പനി ഓപ്പൺ ചെയ്യണം. ഇപ്പൊ സാർ ഓൾറെഡി മെൻഷൻ ചെയ്തത് കരിയർപ്രനർ. സോ ഐ ഹാവ് എ തിങ്കിങ് ഇൻ മൈ മൈൻഡ്. അല്ലെങ്കിൽ സാബു സാറിനെ സംബന്ധിച്ചോളം സാബു സാറിന് ഒരു ലോങ് വിഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം ഗോളും ഒരു ലോങ് ടൈം ഗോളും ഉണ്ട്. പക്ഷേ ലോങ് ടേം ഗോൾ എന്ന് പറയുമ്പോൾ ഈ ഒരു വെബിനാർ ഇറ്റ്സ് റീച്ചിങ് ടു പ്ലെന്റി ഓഫ് പീപ്പിൾ. ഇറ്റ്സ് ഫ്രീ ഓഫ് കോസ്റ്റ്. ഇറ്റ്സ് എ വിഷൻ, എഡ്യൂക്കേറ്റിംഗ് ദ വേൾഡ്, അങ്ങനെ വേണേൽ പറയാം. ഓർ എഡ്യൂക്കേറ്റിംഗ് ദ മലയാളീസ് ഇൻ ദ ഗ്ലോബലി, എഡ്യൂക്കേറ്റിംഗ് ദ മലയാളീസ് ഇൻ ദ ഡിഫറെന്റ് സബ്ജക്ട്സ്. ഇറ്റ്സ് എ വാസ്റ്റ് സബ്ജക്റ്റാണ്, വാസ്റ്റ് ഡ്രീമാണ്. സോ ദാറ്റ് ഇസ് എ ലോങ് ടേം. എന്ന് പറയുന്ന പോലെ the company has a long term and a short term. What is a long term is like I wanted to become a big company, like or a multinational company aanu, maybe that is ende dream. Njan join cheyuma alla tatti mutti poyittu karyamilla. That's what he is thinking, like my company should be like this. Nobody is opening a company, nobody is starting a company will run like tatti mutti okke pogunnu. So we have seen, like, what is happening in Kozhikode recently. Anil Balayandrinte issues ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ്. I don't want to discuss on this. Trainers should not give false promises or should not blame any person. There should not be, like, for example, നമ്മൾ ഒരു വ്യക്തിയെ ബ്ലെയിം ചെയ്യാൻ നമ്മൾ ആരുമില്ല, because it's just happening. അപ്പൊ ചിലപ്പോൾ നമ്മുടെ മിസ്റ്റേക്സ് ഉണ്ടായിരിക്കാം, നമ്മുടെ എന്താ പറയുന്നത് ഇഗ്നോറൻസ് ഉണ്ടായിരിക്കാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാം. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞ ഒരു കുട്ടി ഒരു സാധനം എടുക്കും, വേണ്ട തൊട്ടുപോകരുത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ബിക്കോസ് he is said like it is not for me, or I cannot able to grab this. Two things are coming in the mind. സൈക്കോളജിക്കലായിട്ട് എനിക്ക് ഇതിന് അർഹതയില്ല, അല്ലെങ്കിൽ എനിക്ക് തൊടാനുള്ള പെർമിഷൻ ഇല്ല. പലപ്പോഴും നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്നെ കൊണ്ട് സാധ്യമല്ല, അല്ലെങ്കിൽ അതിന് എന്നെ കൊണ്ട് കഴിവില്ല, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാം.
These all things comes into when you start a company. അപ്പോൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യു ആർ ആൻ ഇൻഡിവിജ്വൽ. സോ ഐ എം ജസ്റ്റ് ബേസിക് പറഞ്ഞിട്ടാണ് എംപ്ലോയിലോട്ട് പോകുന്നത്. സോ ഹി ക്രിയേറ്റ്സ് എൻ എൻവയോൺമെന്റ്. ഞാൻ ഇന്ന് PPT ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അതിന്റെ റീസൺ എന്ന് പറഞ്ഞത് ഐ വാസ് ജസ്റ്റ് തിങ്കിങ് ദാറ്റ് വിത്തൗട്ട് PPT ഹൗ ക്യാൻ ഐ മേക്ക് മൈ ഓഡിയൻസ് വിഷ്വലൈസ് ടു ദ എക്സ്റ്റെന്റ്. സോ ജസ്റ്റ് തിങ്ക് ഇൻ യുവർ മൈൻഡ്. നിങ്ങളുടെ മനസ്സിൽ ഒന്ന് ചിന്തിക്കുക, ഒരു എംപ്ലോയിയുടെ മണ്ടയിൽ നിങ്ങൾ ഒരു വട്ടം വരയ്ക്കുക. നമ്മള് ഈ കാർട്ടൂൺ ഒക്കെ കാണിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന. സോ ആ ഒരു എംപ്ലോയർ എന്ന വ്യക്തി അവിടെ നിൽക്കുന്നു. എംപ്ലോയർ ഞാനൊരു വട്ടം വരച്ചു എന്ന് പറഞ്ഞില്ലേ, ആ വട്ടത്തിനകത്ത് എംപ്ലോയർ ഈസ് ദയർ. നൗ ഹി പുട്ട് ക്യാഷ്, സോ വി വിൽ ആഡ് ക്യാഷ് ടു ഇറ്റ്. ഇപ്പൊ ഞാൻ PPT കാണിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈസി. I wanted you to think that, മൈൻഡിൽ നമ്മൾ ചിന്തിക്കുക, ഇവിടെ ഒരു വട്ടമുണ്ട്, ആ സർക്കിളിനുള്ളിൽ we kept this as an employer. That is the owner of the company, or we can say the stakeholder. Second one is he is taking the cash. അത് വന്നു കഴിഞ്ഞാൽ we say that capital is added. Then he is going to add this many resources from the environment. ഈ എൻവയോൺമെന്റിലുള്ള റിസോഴ്സിനെ ആഡ് ചെയ്യാണ്. He is going to add resources, human power, human resource. So recruiting people, sales force ആകും. We are going to analyze department wise. നമ്മൾ അനലൈസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്റെ സ്ഥാപനം എന്ത് സ്ഥാപനമാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, അതിന് അനുയോജ്യരായ, സൂട്ടബിൾ ആയ, കേപ്പബിൾ ആയ professionalsne I am just hiring them. Then I will add technology. I will add the necessary things. Why? What are the necessary things? We need to have a space. നമ്മൾ 4 P's നമ്മൾ പഠിച്ചിട്ടുണ്ട് മാർക്കറ്റിംഗിലൊക്കെ. എന്ന് പറഞ്ഞ പോലെ നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 3 things. You need to have a product or service what you are going to sell. Second is the what price? Is it a competitive price? What are the geographical audience-നെയാണ് നിങ്ങൾ സെൽ ചെയ്യുന്നത്? So another circle is like that strategies you are going to build. Why you are working? Why you are here to start a business? What are your products? What are your services? These all things we will put it in the second circle. അപ്പോൾ നിങ്ങൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരു സർക്കിൾ ഒക്കെ വരയ്ക്കുക. വരച്ചതിന് ശേഷം അത് what happened like many times what happened like സാർ പറഞ്ഞോളൂ. കേൾക്കാളൂ സാറേ. സാർ ഒറ്റ സെക്കൻഡ്. കേൾക്കാമല്ലോ. റോയ് സാർ ഒന്നുകൂടെ റീജോയിൻ ചെയ്തോ. സാറിന് മാത്രമേ കേൾക്കാത്തുള്ളൂ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. Okay. So that's I didn't take the PPT just because people's പലരുടെയും നമ്മുടെ ഇമാജിനറി വിഷൻസ്. സാർ ഒന്ന് ആലോചിച്ചേ, പലപ്പോഴും നമ്മൾ PPT നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരയ്ക്കും, നല്ല വിഷൻ ഉണ്ട്, അത് മെമ്മറി നിൽക്കും. പക്ഷേ this session I am trying to do something that people start memorizing their own. ഇരിക്കുമ്പോൾ തന്നെ നോട്ട്ബുക്കിൽ വരയ്ക്കുക. The circle is for one that is for employee. Employee is there. He hire the human resource. He hire the technical resource. He is hiring the capital resource. He is hiring all those things. He has the resources, that is raw materials. ഇപ്പൊ ഒരു കേക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു എന്തെല്ലാം raw material carry ചെയ്യുന്ന പോലെ he has to source the whole raw materials to start baking. Clear? So that is the starting of the company. So എന്ത് ചേർക്കണമെന്നുള്ളത്, that's what he should be a visionary. എനിക്കൊരു വിഷൻ ഉണ്ട്, എനിക്കൊരു മിഷൻ ഉണ്ട്, എനിക്കൊരു ഗോൾ ഉണ്ട്, എനിക്കൊരു മോട്ടോ ഉണ്ട്. Accordingly, I will train the staffs to follow this one. അവിടെയാണ് employee management starts.
ക്ലിയർ ആണോ? ഞാൻ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. എംപ്ലോയി ഈസ് അത് എനിക്കൊരു കൺസെപ്റ്റ് ഉണ്ട്. വാട്ട് ഈസ് മൈ കൺസെപ്റ്റ്? മൈ എംപ്ലോയി, I am recruiting these employees to function for this purpose. The objectives are here, strategies are given. അല്ലെ, നമ്മൾ കമ്പനിയിൽ നമ്മൾ ഏതെങ്കിലും കമ്പനി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കുറെ കാര്യങ്ങൾ വരും. ദാറ്റ് ഈസ് കോൾഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ, JD എന്ന് പറയും. ജോബ് ഡിസ്ക്രിപ്ഷൻ വിൽ ബി ഗിവൺ. ഫസ്റ്റ് ഇസ് വാട്ട് ആർ ദ ജോബ്സ് ടു ബി ഡൺ. താഴെ എഴുതി വെച്ചേക്കുന്നു ഇതൊന്നും അല്ല, ഇതിനപ്പുറമാണ്. കാരണം ഇറ്റ് ഈസ് നോട്ട് ലിമിറ്റഡ്. യു ക്യാൻ ഏബിൾ ടു ഡു ദ ടീം വർക്ക്. അപ്പൊ ടീമിനെ ഒക്കെ നമ്മൾ ഡിവൈഡ് ചെയ്ത് ചെയ്യുന്നൊക്കെ അത് വലിയൊരു സെഷൻ ആണ്. സോ വി കനോട്ട് ടച്ച് ഇറ്റ്, ബട്ട് നമുക്കൊന്ന് ടച്ച് ചെയ്ത് പലർത്തും ഒന്ന് ടച്ച് ചെയ്ത് പോകാൻ പറ്റുന്നു. അപ്പം രണ്ടാമത്തെ കാര്യം, വാട്ട് ഹി ഈസ് ഗോയിങ് is a standard operating procedures. The owner is going to set, or the consultant of the company, if owner does not have a time, if the owner does not have a knowledge to set it, he will hire from people how to make this effective employee management. Because when I am getting hired to an organization, I should know that what I supposed to do. ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള എന്റെ ജോലി എന്താണ്. പലപ്പോഴും ഞാനൊരു കമ്പനിയിൽ ട്രെയിനിങ് സെഷന് പോയി. ഞാൻ അവിടെ 6 വർഷം 7 വർഷമൊക്കെ വർക്ക് ചെയ്ത ആൾക്കാരോട് ചോദിച്ചു, സെയിൽസുകാരോടല്ലാതെ. ഞാൻ പറഞ്ഞു, സെയിൽസുകാർ എനിക്ക് ആൻസർ ചെയ്യരുത്, മാർക്കറ്റിംഗുകാർ എനിക്ക് ആൻസർ ചെയ്യത്തില്ല. ഐ വാണ്ട് ആൻസർ ഫ്രം ദ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ്, റിസപ്ഷൻ ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്. ക്യാൻ യു ജസ്റ്റ് ഇൻഫോം വാട്ട് യുവർ കമ്പനി ഈസ് ഡൂയിങ്? അവർക്ക് അറിയത്തില്ല, അവർക്ക് പറയാൻ അറിയത്തില്ല. They are working for 6 months. Whom to blame? ആരെയാണ് ബ്ലെയിം ചെയ്തത്? എഫക്റ്റീവ് ആയിട്ടുള്ള എംപ്ലോയി മാനേജ്മെന്റ് ഇസ് നോട്ട്. ഈവൻ ദോ ഹി ഈസ് ഡൂയിങ് ദ അക്കൗണ്ടിങ് ഫോർ ദ ലാസ്റ്റ് 6 years, he don't know what his firm is doing. Just എൻട്രി ചെയ്ത് പോകുന്നേ ഉള്ളൂ. So it is important for a person who is an entrepreneur or a businessman, he has to ensure everybody aware about what he is doing. What is the company's mission? What is the company's vision? What is the company's motto? What are the objectives as like a set for? അതിനെ ഗോൾ സെറ്റിംഗ് എന്ന് പറയും. And goal setting in the sessions ഒക്കെ ഇവിടെ ഒത്തിരി എടുത്തോണ്ട് I don't want to go in detail about goal setting. But goal setting has to be smart goal setting. അത് നമുക്ക് സ്മാർട്ട് എന്നുള്ളത് നമ്മളൊന്ന് expand ചെയ്ത് കഴിഞ്ഞാൽ it should be specific ആയിരിക്കണം. Specific, what has to be done. Measurable ആയിരിക്കണം. It has to be measured in sense of what you have done this all days. ഞാൻ റീസെന്റ് ഒരു കമ്പനിയിൽ ബിസിനസ് കൺസൾട്ടിങ് ചെയ്യുന്നുണ്ട്. So I divided the team into two teams. I told him you have only 2 teams. They were separate. They are HR department, there is accounts department, there is sales department, there is a digital marketing department, there is a reception, there is so many departments. Around I think around the 12-13 departments are there, and the support departments. So I divided into 2 departments only. I don't think I'm not dividing you physically, mentally I'm dividing 2 things, responsibility. First department is income generating department. That can be, who is the income generating department? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? It's an interactive sessions. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? Income generating department, who are the income generating department? Sir, പറഞ്ഞോളൂ. Sales is a very good, sir, very good. Sales is a income generating department. Any other departments? We can say sales only, but marketing, yes, advertising, everything is through the advertising, income is getting generated, but sales has to be done. നേരത്തെ എന്ന് പറയുന്നത്, sir, traditionally what we are selling is we make a product, then we find a customer to sell it, right? We are doing like this. Now what we are doing, we are selling this, we already made the, now we are just displaying it. Maybe the product is not even produced, maybe one sample they are showing, digitally showing. They are telling like
You book it, we will ship it after 15 days. The thought is different. That is called marketing. Marketing. Sales plus marketing. Marketing, that is called. So the advertisements and like Amazon, what they're doing is somebody is produced, they are just displaying it and they are selling. After 15 days, you get the product. After 5 days, you get the product. It is maybe enough time for them to produce it. So the traditional level of thinking is changed. So I told you about one only department that is called income generating department, which includes sales, marketing, anything, any department who is in flow to get income for the company. Second department is called non-income generating department. So what are the non-income generating departments? HR departments, finance department. So I'm telling you, traditionally, you will not agree. Maybe you might have worked in different departments. You will not agree with me, but I'm going to tell you this. Traditionally, we think that accounts does not generate anything. Operation department does not generate anything. Operation department does not do anything. Warehouse department does not generate anything, right? They are supporters. So they say that they are supporting this income generating department, isn't it? Finance collect, what will happen? If finance is not collecting your payment, what will you end up in a loss? So you need a support. So sales, or we can call it in this way, income generating, sales generating department and sales support department. Because to support the sales, they are manufacturing. To support the sales, they are doing the invoicing. To support the sales, they are doing the customer service. To support the sales, they are distributing this one to people, right? So they are giving support. So what they are producing this customer organizations. You are giving values to the company. So I told them the non-generating department, what value you have generated. You are coming in the mornings, 9 o'clock, leaving at 5 o'clock or 6 o'clock, whatever. Have you done any value generation to this company or not? Yes, I'm doing my work. Are you? It's done some extraordinary to help this sales department, because you are also getting the salary. Think in that way. So two things, when you divide, you have a HR department. When you have a HR department, you have many strategies. One strategy is called hiring strategy, right? One strategy is called hiring strategy. The strategy means only thing, even if you passed in IIT or IIM or Harvard University, whatsoever, Columbia University or Cambridge University or whatever it may be, if I am an owner, I will ask Sabu sir, what you can do for me. That's all. Right or no? You are maybe the global entrepreneur, research scholar, whatever thing. But for me, I will ask only one question: what you can do for me? My company is this. If you are joining in accounts department, what you can do for me? If you are going in sales department, what you can do for me? That's all. Because I don't want to, but I will definitely recruit the people who's having the knowledge, product knowledge, communication cheyan അറിയാവുന്നവരൊക്കെ ഞാൻ എടുക്കത്തുള്ളൂ. Apart from that, my question is only to the people is what you can do for me. I'm not worried about your fancy letters over there. IIM, IIT, whatever. I'm not interested. I'm interested what you can do for me. The second, will you take the responsibility or accountability for what you are doing? ചിലരെ കണ്ടിട്ടുണ്ട്. Accounts department, I have seen like, in the Gulf also. Here also I had seen like when I'm going for a business consulting. Why you tax അടച്ചില്ല? ആറ് കുഴപ്പം? Whose mistake is it? Get that? Because the owner
does not have a time. That's what he has appointed the accountant for that purpose. Sir, you have to ensure, sir, fund you have to alert the management. The fund is not there. Not the cut sir, company fund. That's what the electricity was disconnected. So have you taken the responsibility of that department or not? That's called accountability. These two things they need to add. Then next step, if you go to the employee analysis, we will think about the income generating department. We all talk about USP. Everybody knows USP. Oh, sir, it's not like this. Unique selling proposition. What are the unique selling propositions? You know that. Which gives company an upper hand. Which gives the company different from others. Which gives company a separate identity. Right or not? That is called unique selling proposition. That's the reason they are buying from you. We can add that 4 P's here also. Your unique proposition can be about your product, the quality of your product or services, right or not? Because the customer is buying because of your product quality or service quality. I'm sure that I am given this job to Roy sir. I am 100% within this many hours he will finish it, or before time he will get it done. That's what the confidence I have. Second is the price. Even though maybe we will have a low ticket and high ticket also. Low price, high ticket. But even though I am paying high price, the quality is, I know this company does not compromise on quality. There is a wonderful story about the Japanese company. One of my professor told me the story. When the US had asked that when the microchips was been introduced in the world, so that happened. The US has ordered some bulk quantity of microchips. In the performer invoice, they have mentioned that 10% defect can be accepted. Because if you're making in bulk, obviously 10% can be accepted. When they received the parcel, they were surprised. 100% perfect microchips plus additional 10% defect one. Because they asked 10% accepted. We accept defected one, defected one. See this? That's called perfection. Because Japanese says, if you order this one, this is our accountability, our responsibility that we give 100% value to it. Similarly, you can apply for your product. That is called the product quality of this, the service quality of this. Have you ever, because blindly, if the customer is able to buy your product without a double thinking, without a second thought, that means it shows your quality and the trust, the brand value, I should say. The second one is the price. Price we already discussed, like whether it is high ticket or low ticket, it will be there. Then the place where you need to be launched. What kind of generation you are going to target geographically or demographically, which generation you are going to target on. If it is not suitable to them, your product cannot be sold over there. Think about that. Then the last one, how you are going to promote it. That is also very important. Like a USB, that is your point of view, right? I am a seller. I have a point of view that I have a good product, good service, good price and place, and also a good promotions, but like a digital media or that publicity and all things like digital marketing, everything
will do that. Now, at the same time, you have to step into the shoe of the customer. They will have some kind of, propositions. That is called UBP, unique buying proposition. Similarly, that I asked you, why should I buy from you? It also depends on your brand quality. Your brand. I know. Similarly, that thought of USB, similarly, I'm just, so match the following. So similarly, this USB in this side and UBP in this side match the following. Whether the brand quality is matching. Yes, matching. Wonderful. First tick mark. Yes, I have a confidence. I need to buy it. Second is the quality. Third is the durability, the warranty, guarantee. We are asking, we are buying the product. So we are paying cash. It's hard-earned money. It is not giving for charity. Right? Are you giving that one? So I am a buyer. I will think about this one. So when you are matching with this, matching with this, whether this customer's needs, demands are being fulfilled or not. The fourth one is the after sale service. What have happened after selling it? The feedback is very important. It is not only your sales is completed after customer is buying. You need to buy. You need to make the customer to buy repeatedly. It is not a one-time sales for you. You will have a royal customers. You will have a customers based itself. Then from that base, you need to step into next base. That's what you can trust that this customer, I am 100%, whether it's a rain or a heavy flood or whatever, this customer is bound to buy from this. They are happy with that. Similarly for the trainers also, whether whatever happens is that they will come at 7 o'clock. That's a commitment. The trustworthy people, trustworthy customers will. How we can create a trust? How we can create a trust? That is more important. Trust is not so simple. Trust will take time. That is called, I'll take this formula from BNI, that is called VCP formula. Many of you guys are aware about this formula. V for your visibility. Even you are selling your product or a service or you are a trainer, are you visible to the target customer or not? That's the visibility. How other people are seeing you. So even how Prabhu sir is seeing or Roy sir is giving or Honda sir is seeing me. Think about that. As a trainer, as a teacher teaching in the CMS college, or a Gulf written person, or a business consultant, how people is looking at you, how people is valuing at you, that is also more important. The visibility is more important. Even Bible also it has mentioned that ജനങ്ങൾ എന്നെ എങ്ങനെ കാണുന്നു അല്ലേ ചിലർ യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നു ചിലർ ഏലിയാവ് എന്ന് പറയുന്നു see this how people is saying me Mr. Sudeep, what others are seeing you as Sudeep as a careerpreneur. Think about that. Are you visible to this crowd or not? The second one is the credibility. The visibility turns into the credibility. When I came to Kerala, because I have a gap of almost 25 years. 25 years from Kerala itself, or 21 years gap from India itself. When I came back, I don't know anyone, new generation came. I have to see and this how Kottayam people is behaving, how Keralites are behaving, because I always comes like a Maveli comes in the Onam and go.
ഒരു മാവേലി വന്നു പോകുന്ന പോലെ ഞാൻ പോയി ഒരു വ്യക്തിയായിരുന്നു last 25 years. Last 3 years I'm watching it, observing how people's behavior. If you are an owner, if you are concerned about your employee performance, you should know how your organization behaves. The organization behaves based on the employee, what employee behaves it. Or you need to make organization's behavior to employees' behavior. If you cannot do that, you will not succeed in your business. In Malayalam, we can say, Unniye kandal ariya urle panju. So when we will see an executive from the company, the people will say, yes, this guy should be from this company. Clear or not? You might be knowing that in my childhood, Eureka for salespeople, how they are reaching to the villages and everything. Top how time go to get adipoli. We never thought a salesman coming in such a portfolio. It gives an impression to the company. So are you with that? I used to wear the coat when I was joined at the college and everything. I was feeling like awkward initially because I was the only person coming in. But you are, keeping what kind of many training, what do you call it? Some trainings, I used to wear the cap. People think, why you are wearing the cap? You see the cap is wearing. So I used to wear a cap. So I tell them that this is kind of an identity I'm trying to create. If you have a problem, what I can do? Many training sessions I go with this. This is I consider, I take the sessions about cap on your head. That was the sessions. Based on that, whenever I go for the cap, that means the topic is cap on your head. What cap? I think we already discussed in the session itself about the crown on your head, and the others are the feathers. We discussed about. I don't want to discuss again on this. Repeat. The third one, VCP formula. The third one is the profitability. If you are visible, if you are credible, trust, then you will end up in a profitable. If your employees is visible to the people, they are, instead of sleeping at home, instead of filling the wrong sales report, if they visible to the market, if they visible to the customers are the credibility. And when you have a credibility of customers, it will automatically turn into profitability. This is how the organization works. You need to mold your employees to according to the. You will have a lot of challenges, but according to your motto or according to your vision and mission of the company. So many people, I have gone to many companies, I've seen there is no mission or vision of the company. Or it is there when the company was started, somebody said we need to write mission and vision. Well, then I'm sorry to say that even though it is a recorded version, I just wanted to tell this. ഇത് എവിടെ നമ്മുടെ വിഷൻ ഒക്കെ വെച്ചേക്കുന്നത്? അപ്പൊ 7 വർഷം മുമ്പാ അന്ന് എന്തോ പ്രൊജക്ട് ഉണ്ടാക്കാൻ നേരം they prepared that. After that, he forgot his vision. If the employer does not have a vision, he forgot the vision. How can I guide an employee to according to his vision? നമ്മൾ പറയുന്നുണ്ട് ഒരു അന്ധൻ ആനയെ അളക്കുന്ന പോലെ, ആനയെ കാണുന്നത് പോലെയാണ്. Think about that. You should be 100% pakka on this, perfect on that. What is my vision on this? You need to train the staffs. My vision has to be, succeeded. So that's what you need to set your goals. Like it should be specific, measurable, A for achievable, R is for realistic. We cannot say that I wanted to buy a BMW car. I don't have money in my pocket or a bank. How can I
Dream about that. Be realistic. Buy a Maruti car to start with. Then time bounded. I have planned to buy actually 2021 I came. I made a vision board is that I will be buying another car by 2023. So my dream car was something different. Now I stopped in the middle and I went fast. 6 months delayed. I went and booked the car. Then he said, when you are buying, I will buy later. Because when I made the booking, I am sure that within 1 month I will buy it. Because I know I already delayed my dream by 6 months. Understand? It should be time bounded. Now the sword is on my head because I need to do it. How I do, that is my vision, my mission to get it done. So that should be your motto when you hire a staff in your company. That is a hiring policy. Then we discuss about the JD, that means the job description. Then is a SOP, that means a standard operating procedure. Then last one, not the least, is the workflow from one department to other department. When we discuss about the strategies in the business, I think we discuss about the lean strategy and agile strategy. Lean strategy is like eliminating the waste. Some like that, if you find that the company owner is finding the employees is waste, eliminate him. That is a lean strategy. If the material is not good, he has to eliminate it. It's a big subject. And agile strategy is like another strategy you need to adopt according to the change, market change, according to the customer change. We need to change our strategies. We need to adapt according to the changes in the market. If a Corona came, after that, what will happen? We need to change. We need to change it. Then another strategy is called, we hire the people. That is strategy called firing strategy. When you hire, you need to have a firing strategy also. One question we will ask before firing him or her. Why I should, what should he or she continue with us? Why he should continue with us? Based on some report, the report has come to my table. Maybe HR is recommending that this guy is not performing. So I will ask the one question, why should I will ask you to continue this company? Right? That is the first question. So similarly, each employee has to think this question. Why should I continue with this company? If the company is not supporting, employee point of view, employer point of view, I discuss. If the company does not give me training, the company does not give me increment, company does not give me a promotion, after doing all those wonderful sales or a wonderful performance, then why should I continue? Both sides has to be balanced. Second question as an employer. First question was, why should she continue with our company? Second, what benefit if I fire him? Benefit? There are so many things happening. Two things. I have seen like many companies, people are working for a long time, 20 years, 30 years. The owners, children, once they're taken, they are finding very tough time to convince this older generations. So they invite trainers like us to speak on behalf of them. Right? Because they cannot, because they are been with their parents since 25 years, 30 years. They have a difficulty to speak to them. They come and go.
Who are you to ask me? I know when you are in, wearing that, trouser, I was taking you in the lab. He cannot able to speak. So such employees, how we are going to deal it? These are all strategies. Then next is promotion strategies. Why should I give promotion to him or her? What is his talent? What performance he has done for the last 1 year, 2 years, whatever. Then, if I wanted to promote him, promote to what level? What are the consequences I am going to face if I promote him? What others will think about this? That is also a problem. Because we are picking one guy from out of 5. What others will think? Because everybody was equal till yesterday. Today, one person from that group was picked up as a manager. How others will go into effect? This all things has to be in. Then increments, offering increments or incentives, there is a strategy. So when you discuss with the HR strategy, doesn't stop. Savasar knows about that. It's maybe another 4 years to learn about PhD on this. Right? So it doesn't end, finish it. Then another strategy is called, we always that doesn't forget, everybody is discussing, entire world is discussing, is called KPI. You might be thinking that why KPI has not yet come. Because without KPI, we cannot move ahead. So KPI is all about key performance indicators. Key sound will come like whether he is performing up or down, the indicators are there. Now I made a kind of a software it's not a software. The formula I made myself, that the consultant, which company I am going to consult, every day income generating, non-income generating, they have to update in the sheet. I will get the formula itself will work, what will give me idea what level they are without calling them, without going in. It is there in my laptop. They just enter their performance. The formula I created with automatic pops up and say that this guy has done this today. What value is created? What reference he has given? What business he brought it? What is the situation over there? Everything is in the fingertip. So, if you are an entrepreneur, you should know what is happening in the company. Chela Sametha, we'll say that there was a famous dialogue of Malayalam movie undallo. Kochi etti nu paranja chadi elne. If something is stinging somewhere, entrepreneur should know the first thing. If something smelling also, good perfumes, yes, good business is coming. Right? We should have that kind of a sense. If your sense are closed, then you are not a right entrepreneur. If you are a good entrepreneur, you have a goal. You need to inform your customers, what is my goal? Nyani company start cheythathu inna karyangalkana. Njan grow cheythaal ningalum grow cheyum. Njan branch open cheythu kanjal, you will be the branch manager. Your assistant manager. I will start another branch. I will not appoint from other person. If you have to prove yourself. Why should I take from outside when I have already a talented person like you? Right? Correct or not? So this is what. Coming back to KPIs. I wanted to discuss 4 KPIs with you. 4 KPIs. So time is getting over. Still, I will go a little faster. One KPI is all about keep people informed. That's what I discussed. If you have a concept, but nobody in the employee does not know what is the mission and vision of the company, right? Second is, even the customer also does not know what is the mission of the company, even the product of the company, the quality of the company. So yesterday I was talking to, not yesterday, 2 days back, I was talking to one of my business group.
So I remember when I was studying in pre-degree, I remember a good-looking gentleman all the way came from Ernakulam in a motorbike. I think it's a Royal Field. He came, how he identified our home, I don't know. But he came with the product is called vacuum cleaner, Eureka Force. So he said, he is on the way, we understood, our parents understood that he is a salesman. But he didn't pitch himself, he's not like a salesman. When I came here, I think this is an old house. Lot of dust will be there. Yes, agree, correct. It's an old house. So how many of you are staying there? Because since our grandparents was also there, and some cousins also was there, we have a number of people was there that time. So you will be tired of cleaning this because we have more rooms over in the house. It's an old house. So if I give you a product, do you have a, because he asked this question to my mother saying that, do you have back pain? Obviously, ladies will have back pain. So I'm going to give a product which reduces your effort. What is the product? Vacuum cleaner. We never heard about this. Sometimes in Doordarshan, you remember, I'm talking about the stories of late 80s. And I think 89 or 90, I think, somewhere. Or 91, not more than that. So he was with his tie and everything, he started cleaning the, the dust and everything. Even nobody is in the house except my mother was not ready to buy it because of the price. So my mother said he is like a, God sent angel to help me. There is no compromise. So sales is not whether, I just wanted to ask you the question. This guy is done the selling or he is helping? He helped to make your effort less. So if you are thinking that you are a salesman, you are wrong. You are here to help you. The phone, I bought it. It's helping me. Even though it may be expensive or not expensive, but it's helping you to get the calls. It helps me to talk to my friends, talk to my relatives, right? So think in that way. You are not there to help, not there to sell people. You are here to help people. If you think that, if you put that concept in your head, you will be able to sell. That is, you need to inform the world. That is called publicity. Keep people informed. Second one is keep people involved. As I tell, like, people are not involved. When I was working in Aramex, 6 months I worked in the department called customer service. Then they put me into operations. I was thinking, like, why operations? No, you need to work in operations. Why? Because you should know the product, how the shipments is moving. Then they started sending me to warehouse. Why warehouse? I was thinking, I am qualified from, say, MBA from Pune University, and you are sending me no, you should go and learn things, how the system is working. Then after so much 1 year of training, they send me put into the marketing and sales team. Now I know everything. How the A to Z of working, except some of the financial things. Some accounts department also I went there. So financial things like a financial planning and all, that doesn't touch because of my grade. Lower grade, they will not be given, that's what. But you are an ambassador for that company. So half information will kill the people. So you are equipped. Are you equipped? Did you equip your employee to sell your people? ഒരു യുദ്ധത്തിനായിട്ട് പോകുന്ന ഒരു സൈന്യത്തിലെ ഒരുത്തനെ വാളുമില്ലാതെ അവനെ വിട്ടിട്ട് കാര്യം. Right? So similarly, that these people are the sales people, are your soldiers in the war front. They should be equipped with all those things.
നിങ്ങളുടെ മുന്നിലിരിക്കുന്ന പടയാളികളെ ആരെങ്കിലും വെട്ടിക്കഴിഞ്ഞാൽ the confidence will go. Right? That is called war strategies. Okay. That you need to inform. That is all about labor management. Talk about. The third one, keep the people interested. ചിലരൊക്കെ സ്റ്റോറി കേട്ട് കഴിഞ്ഞാൽ it's a story, brand stories. So you need to create a story for your brand itself. Some people, some salesperson, I seen that she started talking. I was, I feels like, they talk about information, talk about the history, talk about the geography. They will give you lot of information, not only about the product. People interested in your product, interested in your personality also. The fourth one is keep people inspired. KPI. How you can keep the inspiration? ചില ഇൻസ്പിറേഷൻ നമ്മൾ പറയത്തില്ലേ, ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ടിട്ടുണ്ടോ? ഞാൻ നിങ്ങളോട് പറയാണ്, നാളെ മുതൽ നിങ്ങൾ ചായ കുടിക്കരുതെന്ന് പറഞ്ഞാൽ അയ്യോ ഭയങ്കര ബുദ്ധിമാനാണ്, അവൻ പറഞ്ഞു കഴിഞ്ഞാൽ ചായ കുടിക്കാൻ പാടില്ല. Influencer. I'm not telling you are reaching to the influencer. Are you an influencer in your office or not? You are a boss of the company. If you cannot influence your employees, then why we need to start it? Right? നമ്മൾ എടാന്ന് പറയുമ്പോൾ പോടാന്ന് പറയുന്ന സ്റ്റാഫ് ആണെങ്കിൽ we cannot work on this. So think on this. This is all I wanted to talk about this. I wanted to talk something about Porter's 5 forces also. Maybe in the another session we can discuss on this, because it will take another half an hour to 40 minutes on this. These all things, the employee effective management, I just touched only. It is so deep on this. Performance, because effective employee management comes with the communication skills. Personality skills. I didn't touch anything on this. Right? Interpersonal skills, team management, right? Everything is there. I have not touched. I touched only the strategies part. Maybe in a different day, definitely Sabu sir permits, I will come with that department. What are the soft skills were needed for the developing a team? Thank you so much, Sabu sir, for the opportunity. And I'm just closing without a PPT. I was thinking, I have a PPT. I was thinking like today I will not take the PPT. How can I able to, make the people to visualize in their thoughts? Okay, thank you so much for the opportunity. Over to you, sir. താങ്ക് യു സർ. വളരെ വളരെ മനോഹരമാണ് സാറിന് PPT ഇല്ലാതെ തന്നെ വളരെ കൃത്യമായിട്ട് അത് പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് സാറ് കൃത്യമായിട്ട് പ്രൂവ് ചെയ്തു. അതിന്റെ കൂടെ നമ്മുടെ മാർക്കറ്റിങ്ങിന്റെ അല്ലെങ്കിൽ എന്താ പറയുന്നത് എംപ്ലോയി മാനേജ്മെന്റിന്റെ കുറെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഒരിക്കൽ കൂടെയൊക്കെ ഓർക്കാൻ സാധിച്ചു. പ്രത്യേകിച്ച് VCP എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്, ഇത് ബിസിനസ്സിൽ മാത്രമല്ല എല്ലാ തലത്തിലും VCP നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഒരു മോട്ടിവേഷൻ തലത്തിൽ ചെല്ലുമ്പോഴും അവിടെ ഒരു വിസിബിലിറ്റി ഉണ്ട്, ആ വ്യക്തിയുടെ വിസിബിലിറ്റി, അതുപോലെ എൻ്റെ ക്രെഡിബിലിറ്റിയും, അതുപോലെ അതിലൂടെ ലഭിക്കുന്ന സെൽഫ് എസ്റ്റീമിന്റെ ഫലം. അപ്പോൾ വളരെ കൃത്യമായിട്ട്, അതുപോലെ തന്നെ KPA എന്ന് പറയുന്നതിന്റെ പുതിയ 4 തലങ്ങളെ കുറിച്ചും വളരെ മനോഹരമായി പറഞ്ഞു. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ഇല്ലെങ്കിൽ പിന്നെ എന്താണല്ലേ, എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും? പക്ഷെ അതിനെ മറ്റൊരു രീതിയിലും കൂടെ ശ്രദ്ധിക്കാൻ പറ്റും, നോക്കി കാണണമെന്ന് ഒരു 4 ഡെഫിനിഷനിലൂടെ വളരെ കണ്ടു. പിന്നെ സാധാരണ നമ്മൾക്ക് പുതിയ ഒരു ജോലി കൊടുക്കുന്നവർ അല്ലെങ്കിൽ ജോലിക്ക് ജോയിൻ ചെയ്ത ഒരാളോട് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. കാരണം ഇന്ന് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടോ എന്ന് തന്നെ സംശയം. എല്ലാവരും കൺഫ്യൂസ്ഡ് ആണ്, എന്താണ് എൻ്റെ ജോലി, എന്ത് ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള ഒരു ചോദ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ കോൺസെപ്റ്റിൽ പറയുമ്പോൾ ഇൻകം ജനറേറ്റിംഗും നോൺ ഇൻകം ജനറേറ്റിംഗും തമ്മിലുള്ള ആ വ്യത്യാസം, സത്യത്തില് നോൺ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആർക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് അവർക്ക് പോലും അറിയാൻ പാടില്ലാത്ത ഒരു റിയാലിറ്റിയിലാണ് നിൽക്കുന്നത്. ഇതെല്ലാം വളരെ രസകരമായി എക്സാമ്പിളിലൂടെ സാർ പറഞ്ഞു. പിന്നീട് ആവശ്യമില്ല, അല്ലാതെ ഞങ്ങൾക്ക് ശരിക്കും വിഷ്വലൈസ് ചെയ്യാൻ പറ്റും ആ വ്യക്തികളെയും അക്കൗണ്ട്സിൽ ഇരിക്കുന്ന ആളും അല്ലെങ്കിൽ ഏത് ഫീൽഡാണോ ആ പർട്ടിക്കുലർ നോൺ ഇൻകം ഏരിയകളിൽ ഇരിക്കുന്ന
വ്യക്തികളെയൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിൽ കൂടെ കാണാൻ സാധിച്ചു. അതിലൂടെ യാത്ര ചെയ്യാൻ പറ്റി, ഓരോ ഡിപ്പാർട്ട്മെന്റ് തമ്മിലുള്ള കണക്ഷൻസ്. താങ്ക് യു സാർ, വളരെ മനോഹരമായ ഒരു സെഷൻ. താങ്ക് യു. താങ്ക് യു. യെസ്, ആർക്കാണ് ഒരു ഫീഡ്ബാക്ക് പറയാൻ? റോയ് സാർ പറയും. If you have any questions, please ask. Any Yes. clarifications, please feel free to ask. തീർച്ചയായും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇല്ലെങ്കിൽ റോയ് സാർ, അബ്ദുൾ സാർ പറയും. യെസ്, SWOT അനാലിസിസിനെ കുറിച്ച് പറയാമായിരുന്നു. ഇതിൽ ഈ നമ്മുടെ ഈ കമ്പനി അല്ലെങ്കിൽ എംപ്ലോയി അല്ലെങ്കിൽ എംപ്ലോയർ അവരെ SWOT അനാലിസിസ് ചെയ്തുകൊണ്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതുപോലെ തന്നെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട്, അധികം എംപ്ലോയീസിന് അറിയില്ല ഈ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് പോകുന്നുണ്ട് എന്നുള്ളത്. ആ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് ചോദിക്കുന്നത്? അവരെ പങ്ക്ച്വാലിറ്റി, റെഗുലാരിറ്റി, അവരെ എന്തൂസിയാസം ഒക്കെ. ഈ എംപ്ലോയിന്റെ എന്തൂസിയാസം ഒക്കെ തന്നെ എല്ലാ വർഷവും ഹയർ അതോറിറ്റിക്ക് പോകും. അത് അത്യാവശ്യമാണ് കമ്പനിയിൽ, എന്നാലേ അവർ അതിനനുസരിച്ച് വർക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അവർ വളരെ കാഷ്വൽ ആയിട്ട് എടുക്കും. അതുപോലെ ഒരു ദിവസം അവരെന്താ ചെയ്യേണ്ടത്, ഒരു വീക്കിലി എന്താണ് അവർ ചെയ്യേണ്ടത്, മന്ത്ലി റിപ്പോർട്ട്, ക്വാർട്ടർലി റിപ്പോർട്ട്, ഹാഫ് ഇയർലി റിപ്പോർട്ട്, ആനുവൽ റിപ്പോർട്ട്, ഇതൊക്കെ ഓരോ എംപ്ലോയീസിന്റെ പേരിൽ ഉണ്ടാക്കണം, അവർ അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്യാൻ. എന്നൊക്കെയാണ് എൻ്റെ അഭിപ്രായം. ഞാനിങ്ങനെ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാനിങ്ങനെ എങ്ങനെ അത് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച പോയിന്റ്സ് ആണത്. ഓക്കെ, താങ്ക് യു. സാറ് പറഞ്ഞ കറക്റ്റ് ആണ്. നമ്മൾ ഇന്നൊരു ആക്ച്വലി ഒരു ഇൻട്രോ മാത്രമേ പോയിട്ടുള്ളൂ. അപ്പൊ ഇതിനകത്ത് SWOT അനാലിസിസിന്റെ കൂടെ ഉള്ളതാണ് പെസ്റ്റൽ അനാലിസിസ്, പിന്നെ ഉള്ളതാണ് നമ്മൾ ഈ പോർട്ടേഴ്സ് 5 ഫോഴ്സസ്, ഒത്തിരി സ്ട്രാറ്റജീസ് ഉണ്ട്. അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന റിപ്പോർട്ട്സ്, DSR ഡെയിലി സെയിൽസ് റിപ്പോർട്ട് ഉണ്ട്, വീക്ക്ലി റിപ്പോർട്ട് ഉണ്ട്, മന്ത്ലി റിപ്പോർട്ട് ഉണ്ട്, ക്വാർട്ടർലി റിപ്പോർട്ട് ഉണ്ട്. നമ്മളത് ഡീപ്പായിട്ട് പോയില്ല. ഇന്ന് നമ്മളൊരു ഒരു ഓവറോൾ ഒരു ഡിസ്കഷനാണ് വി ഹാവ് ഡൺ ഇറ്റ്. സോ ഇനി വരും ദിവസങ്ങളിൽ വി ക്യാൻ ഗെറ്റ് ഇൻ ടു ദി, കാരണം എംപ്ലോയി പെർഫോമൻസ് ആണ് സാറ് പറഞ്ഞത് ഇപ്പോൾ. അതായത് SWOT അനാലിസിസ്, റിപ്പോർട്ടുകൾ, സിസ്റ്റം എല്ലാം നമ്മൾ അതിലോട്ട് പോയിട്ടില്ല. ഞാൻ എംപ്ലോയിയുടെ പെർസ്പെക്റ്റീവ് മാത്രമേ പറഞ്ഞുള്ളൂ. വാട്ട് എംപ്ലോയി ഈസ് ലുക്കിംഗ്, അതായത് അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമാണ് ചിന്തിച്ചത്. ഒരു എംപ്ലോയി അനലൈസിലോട്ട് നമ്മൾ പോയിട്ടില്ല. അപ്പൊ ഒരുപക്ഷെ നമ്മുടെ സമയം കുറവുകൊണ്ട് മാത്രമാണ്. തന്നെയല്ല, ഈ ഒരു സെഷനിൽ നമ്മൾ നിങ്ങൾ എന്തിനാണ് ഒരു കമ്പനി നടത്തുന്നത്, എന്തിനാണ് നിങ്ങൾ ഹയർ ചെയ്യുന്നത്, അപ്പൊ ആ ഒരു കൺസെപ്റ്റിലാണ്. അതായത് മറ്റൊരു കൺസെപ്റ്റിലൂടെ പറയുന്നത്. നമ്മൾ ഇനി ഡീപ്പായിട്ട് പോകുമ്പോഴാണ് പെർഫോമൻസ് അനലിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഡീപ്പായിട്ട് പോകും. ഇനി അടുത്ത ഏതെങ്കിലും ഒരു സെഷന് തീർച്ചയായിട്ടും നമ്മൾ അത് വേണമെങ്കിൽ നമുക്ക് ഈ അനലിസ്റ്റ്, കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ബിസിനസ് കൺസൾട്ടിങ്ങിന് പോകുമ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ റിപ്പോർട്ടിങ് അനലിസ്റ്റും കാര്യങ്ങളും. Okay, thank you, sir, for the question. Definitely, I will include that. Okay, thank you. Roy, sir. എംപ്ലോയി മാനേജ്മെന്റ് എന്ന് പറഞ്ഞപ്പോൾ എന്നിൽ വന്ന ശ്രദ്ധയും സാറിൻ്റെ എക്സ്പ്ലനേഷനും കൂടി വന്നപ്പോഴത്തേക്ക് ഒരിക്കലും ഞാൻ അതുപോലെ ചിന്തിച്ചില്ല. ഓക്കെ, അപ്പോൾ ഒരു എംപ്ലോയിയുടെ സാറ്റിസ്ഫാക്ഷൻ, അതായത് ഒരു പ്രോഡക്റ്റ് എംപ്ലോയി സാറ്റിസ്ഫൈഡ് ആയിരിക്കണം, ആ പ്രോഡക്റ്റ് തന്നെ, എന്നാലേ അദ്ദേഹത്തിന് ധൈര്യമായിട്ട് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ അവർക്ക് ഞാൻ ഇന്ന കമ്പനിയുടെ ആളാണ് എന്ന് പറയുമ്പോഴും ഒരു അഭിമാനം തോന്നുന്ന സിറ്റുവേഷൻ വരണം. ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നതിന് ഉതകുന്ന കുറേ കാര്യങ്ങളാണ് സാറ് പറഞ്ഞത്. അപ്പോൾ ഈ KPI-യും USP ഒക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഈ കാര്യത്തിൽ. എനിവേ, അതുപോലെ തന്നെ ഇത്രമാത്രം പ്രാധാന്യം ഒരു എംപ്ലോയിക്ക് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമ്മളൊരു പുതിയ എംപ്ലോയി എടുക്കുമ്പോൾ എങ്ങനെ ഈ ക്വാളിറ്റീസൊക്കെ ഉള്ളതാണോ, നമ്മുടെ കുറേ കാഴ്ചപ്പാടുണ്ട് ഉള്ളത് എന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഒരു വിഷയം. കുറേ എൻഗേജ് ചെയ്ത് കഴിഞ്ഞ് അത് പറ്റുകയുള്ളൂ. ഒന്ന്. രണ്ട്, അധികം ആൾക്കാരും ഈ എൻ്റെ പണി ഇന്നതല്ലേ, അത് മറ്റേ ഡിപ്പാർട്ട്മെൻറ്റുകാരല്ലേ നോക്കണ്ടേ, എൻ്റെ പണി ഇന്നതാണ് എന്ന് പറയുന്ന ഒരു കോമൺ സ്ട്രാറ്റജി എല്ലാ കമ്പനികളിലും ഉണ്ട്. പക്ഷേ ഈ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കണമെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കണം. അല്ലാണ്ട്
എംപ്ലോയർക്ക് എങ്ങനെ ഒക്കും ഇത് കൊടുക്കാനെന്നുള്ളതൊരു വിഷയമാണ്. അപ്പൊ അതിനുള്ള ഒരു ട്രെയിനിങ് ഈ എംപ്ലോയീസിന് കൊടുക്കാനുള്ള ആ ഒരു താല്പര്യവും ഒരു ഇതും കൂടെ കൂടി എംപ്ലോയർക്ക് ഉണ്ടായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് സാർ പറഞ്ഞത്. അപ്പൊ ഇതൊന്നും എംപ്ലോയർ മാത്രം മനസ്സിലാക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള സെലക്ഷൻ നടത്തുന്ന സമയത്ത് ഈ പറയുന്ന ക്വാളിറ്റീസ് ഒക്കെ വേണമെന്ന് പറഞ്ഞു കൊടുക്കാം. പക്ഷെ അത് എങ്ങനെ ഒരു എംപ്ലോയിയെ നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കുമ്പോൾ ഈ ക്വാളിറ്റീസ് ഇവനിൽ ഉണ്ടോ എന്നറിയും എന്നുള്ളതാണ് ഒരു വിഷയം. അതിന് പറ്റുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പല കാര്യങ്ങളും. ഇപ്പോൾ സെയിൽസിനും മറ്റേതൊക്കെ പോകുമ്പോഴത്തേക്കും അവനൊരു കൊച്ചു മിടുക്കനാണല്ലോ, ഇവന് നമ്മുടെ കമ്പനി കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നുന്ന ഒരു ഭാഗം വരുമ്പോൾ അവിടെ കണ്ടു അവരുടെ സെയില്. നമ്മളൊരു കമ്പനി പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്ന ആളല്ലേ, നമുക്കൊരു കമ്പനി ഉണ്ടെന്ന് വയ്ക്കുക, നമ്മൾ വേറെ അടുത്ത് ചെന്നപ്പോൾ അവൻ്റെ ഒരു ഇൻട്രസ്റ്റും ആ എംപ്ലോയിയുടെ ഒരു താല്പര്യവും ഇതും ഒക്കെ കാണുമ്പോൾ ഇവൻ കൊള്ളാവില്ല, ഇവനെ നമുക്ക് കിട്ടുവാണെങ്കിൽ തരക്കേടില്ല എന്ന് നമുക്ക് തോന്നും. പക്ഷേ നമുക്ക് എങ്ങനെ അവനെ തയ്യാറാക്കി എടുക്കാന്ന് പറയുന്നത് ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പോഴും. സാർ പറഞ്ഞ ക്വാളിറ്റീസ് എല്ലാ കാര്യങ്ങളും വളരെ കറക്റ്റാണ്. ഇതെല്ലാം ഒത്തു കിട്ടുന്ന എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, അത് സക്സസ്ഫുൾ ആകും. പക്ഷെ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെ. പിന്നെ അവൻ്റെ ബാക്ക്ഗ്രൗണ്ടും അവൻ ഇതിനു മുമ്പ് എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ അതൊക്കെ നോക്കിയിട്ടൊന്നും വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ ഒരു ലക്കാണ് ഇയാളെ ഒത്തു കിട്ടുക എന്ന് പറയുന്നത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ സാവി പറഞ്ഞ പോയിന്റുകളൊക്കെ എംപ്ലോയർ എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുകയാണെങ്കിലും അത് എംപ്ലോയിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു ഈ കാര്യങ്ങൾ. ഇതെല്ലാം എംപ്ലോയി മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അതും കൂടെ കൂടിയുള്ള ഒരു ഭാഗം വേണം. ഏതായാലും ഇത് വളരെ, ഞാനിങ്ങനെ സാർ ഓരോ പോയിന്റ് പറയുമ്പോഴും പല കാര്യങ്ങളും ശ്രദ്ധയിൽ വരുന്നുണ്ട്, പല രീതിയിലും. എനിവേ സാറ് വളരെ ഇതായിട്ട് വരുന്ന ഒരു ഭാഗമാണ്. ഇപ്പോൾ എന്റർപ്രീനർ അല്ലെങ്കിൽ തന്നെ ഇതാണെങ്കിലും ഇത് സാധാരണ ജീവിതത്തിൽ ഏത് എംപ്ലോയിയെ നമ്മൾ ഗംഭീരമായി ഉപയോഗിക്കുമ്പോഴും ഇതെല്ലാം ഒരു ആവശ്യമായ ഘടകമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. താങ്ക് യു സർ. Thank you, sir. Actually, this portion, today's session was based on the employee point of view. Employer point of view ലാണ് നമ്മളിന്ന് സംസാരിച്ചത് ആക്ച്വലി. കാരണം എംപ്ലോയർ, കാരണം KPI എന്ന് പറയുന്നത് ആക്ച്വലി കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. അതിന് നമുക്ക് ടൂൾസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ബിസിനസ് കൺസൾട്ടിങ് ചെയ്യുമ്പോൾ ഐ ഹാവ് എ ടൂൾസ് ടു അനലൈസ് ദ കീ പെർഫോമിംഗ് ഇൻഡിക്കേറ്റേഴ്സ്. അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാറ്റ് വിൽ ബി ഡിസ്കസ്ഡ് ലേറ്റർ. ഞാൻ employer point of view ആണ്. But if he is not informing, if he is not getting involved, or if he is not interested, if he is not inspired, no use at all. അപ്പൊ അത് ആ ഒരു രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ദാറ്റ് ഇസ് KPS ടോട്ടലി ഡിഫറെന്റ്. പക്ഷെ ഞാൻ പറഞ്ഞത് എംപ്ലോയർ പോയിന്റ് ഓഫ് വ്യൂ ആണ്. എംപ്ലോയി പോയിന്റ് ഓഫ് വ്യൂവും അതുപോലെ HR ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നതും we will discuss later. How we have various steps to analyze the employees. So ടീം വർക്ക് ഉണ്ട്, ടീം മാനേജ്മെന്റ് ഉണ്ട്, പിന്നെ സ്ക്രൂട്ടനൈസ് ചെയ്യുന്ന ഓരോ അവരുടെ ഈവൻ അവരുടെ അറ്റൻഡൻസ്, ലേറ്റ് ആയിട്ട് വരുന്ന പങ്ക്ച്വാലിറ്റി, ഡിസിപ്ലിൻ, ഇതിനെല്ലാം ഓരോ പോയിന്റ്സ് ഉണ്ട്. സോ ബേസ്ഡ് ഓൺ ദാറ്റ് എവറിത്തിങ്, ബിക്കോസ് നമ്മൾ കണ്ടിട്ടില്ല ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദ മന്ത് എന്ന സെയിൽസ് മാത്രമല്ല, ഹി വിൽ ഹാവ്. ഇപ്പൊ നമുക്ക് IPL കാണുമ്പോൾ തന്നെ അറിയാം, പീപ്പിൾ ആർ സെലക്ടിങ്. ഇപ്പം ഏറ്റവും കൂടുതൽ 4 അടിച്ചവർക്ക്, ഏറ്റവും കൂടുതൽ 6 അടിച്ചവർക്ക്, ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് അടിച്ചവര്, ഏറ്റവും കൂടുതൽ ഫാന്റസി പോയിന്റ്സ് കിട്ടിയവര്. സോ ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് ആണ് അനലൈസ് ചെയ്യാൻ. KP is all about the different parameters. Based on that, each employee will be, how the receptionist is going to be scrutinized based on her performance or his performance. Sales illallo. So this, like, how many of them within the company likes the receptionist, whether she hand over the phones, just or call under inna pidichu. We have seen, like, receptionist without telling who is calling, what is calling, what is the reason. So these all counts in the performance each one. So everything will be analyzed. I made last month. I made every calls has to be recorded. I made somebody to listen what is speaking.
So I told, ഞാൻ കുറച്ച് ആൾക്കാരെ ആ കമ്പനി തന്നെ അപ്പോയിന്റ് ചെയ്തു. ഇന്ന ആളോട് എങ്ങനെ സംസാരിക്കുന്നത്, get it recorded and you listen to them. Whether he or she speaking to the customer, whatever, നമ്മൾ നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. We had given the notes. What to tell, what service we do, how you are responding it. ഗുഡ് മോർണിംഗ് പറയുന്നുണ്ടോ, ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ടോ, കറക്റ്റ് കാര്യങ്ങൾ, എന്തിനാണ് വിളിച്ചത്, എന്ത് സർവീസ് ആണ് വിളിച്ചത്, നമ്മൾ ചെക്ക് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ചെക്ക് ലിസ്റ്റിനകത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ കോള് വേറെ ആൾക്ക് ട്രാൻസ്ഫർ, ഇപ്പം റോയ് സാർ എന്നെ വിളിച്ചു, ഞാൻ മോഹൻദാസ് സാറിന് ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പൊ മോഹൻദാസ് സാർ, യെസ് സർ, റോയ് സാർ ആണ് ലൈൻ, ഹി വുഡ് ലൈക്ക് ടു സ്പീക്ക് ടു യു ഓൺ ദിസ് എന്ന് പറയാം. അല്ലെങ്കിൽ he has some enquiry on base. അപ്പോൾ മോഹൻദാസ് സാർ will be preparing something. ഇതുപോലെ നമ്മൾ ഓരോന്നിനും ഓരോ KPIs നമ്മൾ ചെയ്യും. So that is all about. Maybe we'll discuss in another session. Thank you, Roy sir. ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ പറയാം. Any questions? Anybody? Feel free to ask. മോഹൻദാസ് സാർ പറഞ്ഞോ. സാർ പറഞ്ഞോളൂ. ഇത് പറയാം, നമ്മുടെ എംപ്ലോയർ ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്, എംപ്ലോയി ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെയും ഏജന്റ് ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം വിവിധ റോളൊക്കെ ചെയ്തു വരുമ്പോൾ അതിന്റെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. ഞാൻ എംപ്ലോയിയുടെ ഏജിൽ വരുമ്പോൾ നമ്മൾ തന്നെയാണ് ടീമിന്റെ ലീഡറായിട്ട് ഇരുന്നിട്ട് നമ്മുടെ കീഴിലുള്ള ഓഫീസേഴ്സ് ആയാലും എംപ്ലോയീസ്, അവാർഡ് സ്റ്റാഫ് ആയാലും അതിന് താഴെയുള്ളതായാലും ഓരോരുത്തരെ കുറിച്ചുള്ള അനാലിസിസ് ചെയ്യാൻ അല്ലെങ്കിൽ CR എഴുതുമ്പോൾ ഈ പറയുന്ന പോലെ കീ പെർഫോമൻസ് ഫാക്ടേഴ്സ് വരുന്നുണ്ട്. അവരെ കുറിച്ചുള്ള, അപ്പൊ അന്നേരത്ത് മൈൻഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു വേറെ എഴുതണമെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടോ, വെറുതെ മാർക്ക് ഇടാൻ പറ്റത്തില്ല. അതേപോലെ നമ്മൾ തന്നെ കുറെ റിക്രൂട്ട് ചെയ്തിട്ട് അവരുടെ പെർഫോമൻസ് നോക്കേണ്ടതും അവരിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാണ്. അപ്പൊ രണ്ട് ആംഗിളിൽ നോക്കുമ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഇതായിട്ട്, കാരണം എന്താ പറഞ്ഞ പോലെ ആദ്യം ഫയറിന്റെ അടുത്ത് ഫയർ ചെയ്യുക, തലോടേണ്ടത് തലോടുക, തല്ല് കൊടുക്കേണ്ടത് തല്ല് കൊടുക്കുക എന്നുള്ള രീതിക്ക് എണ്ണുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഈ സാറ് പറഞ്ഞാൽ അവിടെ വിഷൻ വരുന്നുണ്ട്. ആ വിഷൻ ഉണ്ട്, അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്താലേ അവിടെ എത്താൻ പറ്റത്തുള്ളൂ. അത് ഇൻഡിവിജ്വൽ അല്ല, അതിലെ ടീം ലീഡർ എന്ന് പറയുന്നത് ലീഡറിന്റെ ഒരു ക്വാളിറ്റീസ് ഉണ്ടാകണം. അതുണ്ടെങ്കിൽ മാത്രമല്ല സാറ്റിസ്ഫൈഡ് എംപ്ലോയി ആണ് അതിന്റെ അസറ്റ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പോലെ അവരെ സാറ്റിസ്ഫൈഡും പോകണം, അതോടൊപ്പം അവർ സഹകരിക്കുകയും വേണം. അവരോടൊപ്പം ഉണ്ടെന്നുള്ള ഒരു ഫീലിംഗ് കൊടുത്താൽ മാത്രമേ നമുക്കവിടെ ആ റിസൾട്ട് കിട്ടത്തുള്ളൂ. അത് അപൂർവം. അതാണ് ആ മാനേജർ എന്നുള്ള പോസ്റ്റിന് തന്നെ അത് തന്നെയാണ് മീനിങ്. മാനേജ് ചെയ്യുക, കാരണം പാർട്ട് ടൈം സൂപ്പറിനെയും അസിസ്റ്റന്റിനെയും പിയൂണിനെയും സെക്യൂരിറ്റിയും എല്ലാവരെയും അവരുടെ റോളിലേക്ക് അവരെ അതിന്റെ മാക്സിമം യൂട്ടിലിറ്റിയിലേക്ക് കൊണ്ടുവന്നാൽ പെർഫോമൻസ് ഉണ്ടാകത്തുള്ളൂ. അത് ഈ പറഞ്ഞാൽ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നമ്മുടെ പലതവണയും നമ്മൾ കൂടി കടന്നു പോയിട്ടുള്ളതാണ്. പക്ഷെ അതെല്ലാവരും ക്രോഡീകരിച്ച് പറഞ്ഞപ്പം ഒരു ഔട്ട്ലൈൻ ആണ്. താങ്ക് യു. Okay, thank you, sir. Thank you, sir, for your feedback. അത് പറഞ്ഞത് കറക്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ ഒരു എംപ്ലോയി ഒരേ രീതിയിൽ പോയില്ലെങ്കിൽ, ഒരു മൈൻഡ് സെറ്റിൽ പോയില്ലെങ്കിൽ വി കനോട്ട് അച്ചീവ് അവർ മിഷൻസ്. നമ്മൾ അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അപ്പം ചിലരുണ്ടെങ്കിൽ ഈ കമ്പനിയിൽ നിന്ന് എങ്ങനെ ഇരുന്ന് പോയാൽ മതി, അല്ലെ ഇവനെ എങ്ങനെ പറഞ്ഞു വിടുന്നത്, സോ ഇവനെ ആരോ റെക്കമെൻഡ് ചെയ്ത് വെച്ചതാണ്. സോ people are going through many difficulties. I have seen like, ഞാൻ ബിസിനസ് കൺസൾട്ടിങ്ങിന് ഇറങ്ങിയത് കൊണ്ട് I'm getting such feedbacks from the entrepreneurs. രണ്ടുപേര് പുതിയതുണ്ടല്ലോ, അവരെന്തെങ്കിലും സംസാരിച്ചോ? ഇല്ല, പുതിയ 2-3 പേരുണ്ടായിരുന്നു. സാർ ഇൻവൈറ്റ് ചെയ്തതാണെന്ന് അറിയില്ല. ജെറ്റി മാധവി or ഹസൻ. അതെ, എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടെങ്കിൽ ഒന്ന് അഡ്മിറ്റ് ചെയ്തൊന്ന് പരിചയപ്പെടുത്തുന്നത് നന്നായിരിക്കും. Are you there, or can you introduce yourself and tell if you have any questions, please
We can ask. ഓക്കെ എല്ലാവർക്കും. ഓക്കെ സാർ, No അപ്പൊ problem, sir. നമുക്ക് ഓക്കെ, അപ്പൊ താങ്ക് യു വൺസ് അഗൈൻ. Thank വളരെ മനോഹരമായ ഒരു സെഷൻ. PPT ഇല്ലാതെ ഞങ്ങളെ കറക്റ്റ് വിഷ്വലൈസേഷന്റെ ആ ഫുൾ ഇഫക്റ്റിലൂടെ ഞങ്ങളെ കൊണ്ടുപോയി കൃത്യമായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ സാധിച്ചു. ഓക്കെ, താങ്ക് യു വൺസ് അഗൈൻ. Thank you. അപ്പോൾ ഓക്കെ സാർ, താങ്ക് യു. Thank you, sir. Thank you. Good night. Thank you.